ഒരു പക്ഷേ മലപ്പുറത്ത് കോൺഗ്രസ്സിന് കണ്ടെത്താവുന്ന ഏറ്റവും ശക്തനായ ഒരു എതിരാളിയാണ് VS ജോയി എന്ന് പറയുന്നയാൾ. അത് പോരാഞ്ഞിട്ട് വെള്ളാപ്പള്ളി നടേശനെ പലപ്പോഴും ഈ വിഷയത്തിലൊക്കെ ന്യായീകരിക്കേണ്ട ചില സാമുദായിക സംഘടനകൾ അല്ലെങ്കിൽ ചില സംഘടനകളെക്കുറിച്ച് മാത്രമാണ് അങ്ങനെ പറഞ്ഞെന്നൊക്കെയുള്ള രീതിയിൽ വെള്ളാപ്പള്ളി നടേശന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ നമ്മൾ കണ്ടു. VS ജോയി ലീഗുമായി ചേർന്ന് പോകുന്ന ഒരാളാണ്. ലീഗിന് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാത്ത ഒരാളാണ് VS ജോയി. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തവനൂർ. മുൻ മന്ത്രിയും നിലവിൽ MLA-യുമായ KT ജലീൽ 4-ാം ഊഴം തേടി മത്സരത്തിനിറങ്ങുമ്പോൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തമേൽപ്പിച്ച് കോൺഗ്രസ് പാർട്ടി കളത്തിലിറക്കിയിരിക്കുന്നത് ശ്രദ്ധേയനായ യുവജന നേതാവായ VS ജോയിയെയാണ്. ഇന്ന് തവനൂർ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. തവനൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോഴേ KT ജലീൽ 2011 മുതൽ ഇങ്ങോട്ട് ജയിച്ചു വന്നൊരു മണ്ഡലമാണ്. KT ജലീൽ മാത്രം ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. കാരണം 2008 ഈ മണ്ഡലം രൂപീകരിച്ച ശേഷം അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് ഇടതുമുന്നണിക്ക് വേണ്ടി KT ജലീലാണ്. തവനൂരിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ KT ജലീൽ എങ്ങനെയാണ് ലീഗിൽ നിന്ന് ഇറങ്ങി ഇടതുപക്ഷത്തേക്ക് പോകുന്നതും ഇടതുപാളയത്തിൽ അഭയം തേടുന്നതും അവിടെ നിന്ന് ഒരു വിന്നറായിട്ട് ഒരു വിന്നിങ് കാൻഡിഡേറ്റായിട്ട് ഇവോൾവ് ആവുന്നതെന്നൊക്കെയുള്ള ഓർമ്മകളൊക്കെ വരുന്നൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ സാധാരണ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകൾക്കൊന്നും സാധ്യതയില്ലാത്തൊരു മണ്ഡലമായിരുന്നു. ഇപ്പോഴാ മണ്ഡലം വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. ആ മണ്ഡലം ചർച്ചയിലേക്ക് വരുന്നതിനൊരു കാരണം ആ മണ്ഡലത്തിൽ ഒരു മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. ആ മത്സരത്തിൻ്റെ UDF സ്ഥാനാർത്ഥിയായിട്ട് VS ജോയി എന്ന് പറയുന്ന ഒരു ഫയർ ബ്രാൻഡ് ലീഡറെ അവർ കൊണ്ടുവരുന്നു. വലിയ രീതിയിൽ യുവജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, നന്നായി സംസാരിക്കുന്ന, നന്നായി പ്രസംഗിക്കുന്ന, അല്പം ആദർശ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വിശേഷണമുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൂടെ കൊണ്ടുവരുന്നു. അപ്പോൾ KT ജലീലിന് തക്ക ഒരു എതിരാളി എന്ന നിലയിലാണ് UDF ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, വലിയ രീതിയിൽ ആശയക്കുഴപ്പങ്ങളുടെയൊക്കെ അവസാനമാണ് VS ജോയിലേക്ക് UDF എത്തുന്നത്. KT ജലീലിനെ കുറിച്ച് പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകണമെന്ന്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം KT ജലീൽ ഒരു ജീവപര്യന്തം തടവുകാരനാണ് ഈ മണ്ഡലത്തിലെ. ഇതിനപ്പുറത്തേക്ക് KT ജലീലിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഇപ്പോഴും പാർട്ടിക്കും LDF-നും ഇടതുമുന്നണിക്കും ആവുന്നില്ല എന്നുള്ളതാണ് ഇക്കുറിയും KT ജലീലിന് ഈ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അവിടെ തന്നെ മണ്ഡലത്തിൽ തന്നെയുള്ള ഇടതുപക്ഷ പ്രവർത്തകർ പലരും എതിർപ്പ് അറിയിക്കാറുണ്ട്. കാരണം എന്തുകൊണ്ട് അവിടെ തന്നെയുള്ള തദ്ദേശീയ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനാവുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം പിടിക്കണമെങ്കിൽ KT ജലീൽ വന്നേ തീരൂ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് വീണ്ടും KT ജലീലിനെ കൊണ്ടുവരുന്നത്. ഇപ്പുറത്ത് VS ജോയിലേക്ക് വരികയാണെങ്കിൽ VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ അവസാന ലാപ്പിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മാറുന്നത്. പലപ്പോഴും തിരുവമ്പാടി മണ്ഡലമൊക്കെ വെച്ച് മാറി ഇത് ലീഗിന് കൊടുക്കാനൊക്കെ കോൺഗ്രസ് ഇടയ്ക്ക് ആലോചിച്ചിരുന്നു. മാത്രമല്ല കോൺഗ്രസിന് കാര്യമായ സ്വാധീനമല്ല മണ്ഡലത്തിലുള്ളത്. UDF-ലെ ഘടകകക്ഷിയായ ലീഗിനുള്ള സ്വാധീനമാണ്, ലീഗിൻ്റെതാണ്. ഒരു പക്ഷേ ലീഗിന് കൂടുതൽ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കാര്യമായ ക്രൈസ്തവരില്ലാത്ത മണ്ഡലത്തിൽ ഒരു ക്രൈസ്തവൻ മത്സരിക്കാനെത്തുന്നു. ഒരുപക്ഷേ UDF മുന്നോട്ട് വയ്ക്കുന്ന എന്ന് പറയുന്നത് ഇതൊരു തവനൂർ മോഡലാണ്. കേരള മോഡൽ എന്നൊക്കെ പറയുന്നത് പോലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി UDF-ൻ്റെ ബാനറിൽ ജയിച്ചു വരുന്നു. അത് വെള്ളാപ്പള്ളി നടേശനും അടക്കമുള്ള ആളുകൾ ഉയർത്തിയിട്ടുള്ള വിദ്വേഷത്തിൻ്റെ പരാമർശങ്ങൾക്ക് കൃത്യമായൊരു മറുപടി ആകുമെന്ന് UDF വിശ്വസിക്കുന്നു. ആ ഒരു ആശയമാണ് ഒരു പക്ഷേ VS ജോയിലേക്ക് നയിച്ചതെന്നാണ് UDF കേന്ദ്രങ്ങൾ പലപ്പോഴായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ വലിയൊരു മത്സരം തവനൂരിൽ നടക്കുന്നു. ഒരു പക്ഷേ യുവത്വത്തിൻ്റെ പോരാട്ട വീര്യം ഒരു വശത്ത്, മറുവശത്ത് തഴക്കം ചെന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഇവർ രണ്ടുപേരും ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിലാണെങ്കിലും കിടപിടിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. പലപ്പോഴും വ്യക്തി സ്വഭാവം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഒക്കെ കിടപിടിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ. ഒരുപക്ഷെ തവനൂരിൽ ഇക്കുറി തീപാർന്ന പോരാട്ടമല്ലേ? തവനൂരിൽ തീപാറുമോ എന്നറിയില്ല. ശക്തമായൊരു പോരാട്ടമാണ് തവനൂരിൽ നടക്കുന്നത്. ശക്തമായ പോരാട്ടം എന്ന് പറയുന്നത് 2006 ജലീലിൻ്റെ ഈ പാർലമെൻ്ററി ഇതിലേക്കുള്ള രംഗപ്രവേശനം നടക്കുന്നത്. ഇന്ന് തവനൂരിൻ്റെ തവനൂർ എന്ന കുറ്റിപ്പുറം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. 2006 PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ വലിയൊരു നേതാവിനെയാണ് അന്ന് ജലീൽ എന്ന് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയാണ് മത്സരിക്കുന്നത്. ഒരു ജയൻ കില്ലർ എന്ന നിലയ്ക്ക് തന്നെയാണ് 2006 PK കുഞ്ഞാലിക്കുട്ടിയെ മലർത്തിയടിച്ചാൽ പരാജയപ്പെടുത്തിയ ഒരു യുവ നേതാവായിട്ടാണ് KT ജലീൽ കടന്നു വരുന്നത്. ആ കുറ്റിപ്പുറത്ത് നിന്നാണ് 2011 തവനൂരിലേക്ക് അദ്ദേഹം എത്തുന്നത്. 2008 മണ്ഡലം പുനഃസംഘടനയ്ക്ക് ശേഷം
തവനൂർ പുതിയ മണ്ഡലമാകുന്നു. അവിടെ ജലീലിനെ അവർ മത്സരിപ്പിക്കുന്നു. ജലീൽ അന്ന് സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിലാണ് 2016-ൽ 2011 മത്സരിക്കുന്നത്. വി പ്രകാശിനെതിരെയായിരുന്നു. DCC പ്രസിഡൻറ്റും 2020 തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണലിന് മുമ്പ് മരിച്ച കോൺഗ്രസിൻ്റെ നേതാവുമായ വി പ്രകാശിനെതിരെയായിരുന്നു. അന്ന് അദ്ദേഹം 6854 വോട്ടിനാണ് 2011 ജയിക്കുന്നത്. തുടർന്ന് 2016 എത്തുമ്പോൾ ജലീൽ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. അദ്ദേഹം തൻ്റെ ഭൂരിപക്ഷം 17,064 വോട്ടാക്കി ഉയർത്തുകയാണ്. കെ.ടി. ജലീൽ അന്ന് മത്സരിക്കുന്നത് ഇഫ്തിഖറുദ്ദീൻ മാഷ് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിക്കെതിരെയായിരുന്നു. അതിൽ 17,064 വോട്ടായി, ഏതാണ്ട് ഇരട്ടിയിലധികം വോട്ടായി അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ 2021 എത്തുമ്പോൾ കെ.ടി. ജലീലിൻ്റെ ഭൂരിപക്ഷം 2,564 വോട്ടായി കുറയുകയാണ് ചെയ്യുന്നത്. അത് ചെറിയ കുറച്ചിലല്ല, വലിയ തോതിലുള്ള ഒരു പതനമാണ് ജലീൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ നേരിട്ടത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ 2021 തന്നെ തവനൂരിൽ ഒരു നല്ല മത്സരം നടന്നിരുന്നു. ഇന്ന് ജോയിയെ പോലുള്ള ശക്തനായ ഒരു എതിരാളി ആയിരുന്നില്ല അന്ന് തവനൂരിലുണ്ടായിരുന്നത്. ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിൽ വലിയ അംഗീകാരം നേടുകയും ഒപ്പം വിമർശനങ്ങൾ നേരിടുകയും ഒക്കെ ചെയ്ത ഒരാളാണ് അന്ന് UDFന് വേണ്ടി മത്സരിച്ചത്. ആ ഫിറോസിനോടാണ് അന്ന് 2,564 വോട്ടിന് ജലീൽ പരാജയപ്പെടുന്നത്. അന്ന് ഈ മംഗലം ജലീൽ വിജയിക്കുന്നത്. അന്ന് ഈ മംഗലവും തൃപ്പങ്കോടും പഞ്ചായത്തുകളും ഒഴികെ ബാക്കി 5 പഞ്ചായത്തുകളിലും LDF ലീഡ് ചെയ്ത സമയം കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിൽ. 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഇടതുപക്ഷ മുന്നേറ്റം, 99 സീറ്റ് വരെ LDF നേടിയ തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് കെ.ടി. ജലീലിന് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞത്. ആ കാരണം കൊണ്ടാണ് ഒരു പക്ഷേ തവനൂരിൽ ഇത്തവണ മത്സരിക്കാനില്ല എന്നുള്ളൊരു കാര്യം ജലീൽ പറഞ്ഞത്. പക്ഷേ ജലീലിന് പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അന്ന് കഴിഞ്ഞില്ല. മലപ്പുറത്ത് LDFന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. പക്ഷേ ജലീൽ വീണ്ടും മത്സരിക്കുന്നതിനോട് CPMനകത്ത് എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പലതരത്തിൽ മറ്റാളുകൾക്ക് അവസരം നിഷേധിക്കുന്നു, തുടർച്ചയായി മത്സരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഒടുവിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് ജലീലിനെ വീണ്ടും മത്സരിക്കുന്നില്ല, അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നു എന്നാണ്. നിർബന്ധമായി തന്നെ മത്സരിപ്പിക്കുകയാണ് അവിടെ നടക്കുന്നത്. മലപ്പുറത്ത് 2 സീറ്റുകളിൽ അങ്ങനെയാണ്. വി അബ്ദുറഹ്മാനെ മത്സരിപ്പിക്കുന്നു, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കെ.ടി. ജലീലിനെ വീണ്ടും മത്സരിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇത്തവണ വളരെ ഫിറോസിനേക്കാളും പൊളിറ്റിക്കലി വലിയൊരു പൊളിറ്റിക്കൽ മുറയിലൊക്കെയുള്ള വലിയൊരു ലീഡറിനെയാണെന്ന് അവർ ഒരു പക്ഷേ മലപ്പുറത്ത് കോൺഗ്രസ്സിന് കണ്ടെത്താവുന്ന ഏറ്റവും ശക്തനായ ഒരു എതിരാളിയാണ് VS ജോയി എന്ന് പറയുന്നയാൾ. അത് മാത്രമല്ല, ഈ ഫിറോസിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴേ, ഈ ഫിറോസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സമയത്ത് കോൺഗ്രസ്സിൽ അന്ന് തവനൂരിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാത്രമായ ഒരു ചാരിറ്റിക്കാരനെ പിടിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കോൺഗ്രസ്സിനുള്ളിൽ എവിടെ നിന്നോ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള രീതിയിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ VS ജോയിയുടെ വരവോടുകൂടി ഇത്തരത്തിൽ മുന്നണിയിലൊരു ആശയക്കുഴപ്പമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിലമ്പൂരിലെ കാര്യം പറയുന്നത്, നിലമ്പൂരിൽ ആര്യയുടെ ചോക്കത്ത് VS ജോയി വന്ന സമയത്ത് വഴിമാറി കൊടുത്ത ആളാണ് VS ജോയി. അദ്ദേഹം അങ്ങനെ ആ ഒരു വശത്ത് കൂടെ ലീഗിന് സ്വീകാര്യനായ ഒരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യനാണ് ഇവിടെ തവനൂരിലേക്ക് വരുന്നത്. ആ സമയത്ത് ലീഗിന് കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ലീഗിന് നേരത്തെ ഞാൻ പറഞ്ഞ നിലമ്പൂരത്തെ ഒരു കഥ വെച്ച് നോക്കിയാൽ പോലും ലീഗിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടെ സ്നേഹമുള്ള, കുറച്ചുകൂടെ തൃപ്തിയുള്ള ഒരു മനുഷ്യൻ, ഒരു കാൻഡിഡേറ്റ് മണ്ഡലത്തിലേക്ക് വരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും മുന്നണിയിൽ അത് ഒരു ലീഗ് VS ജോയി ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇതിലുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഈ കെ.ടി. ജലീൽ എന്തുകൊണ്ടാണ് മത്സരത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ടല്ലോ, കെ.ടി. ജലീൽ മത്സര രംഗത്തുനിന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ കാരണങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2021 അങ്ങ് പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ ഇടിവ്, അതിനുശേഷം വന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ 2024 നമ്മൾ 2021 ചർച്ച ചെയ്തതല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഡോക്ടർ MP അബ്ദുൾ സമദാനിക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 66,681 വോട്ടുകളാണ്. K.S. ഹംസ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളത് 48,665 വോട്ടുകളാണ്. അഡ്വക്കേറ്റ് നിവേദിത NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളത് 24,204 വോട്ടുകളാണ്. ഇവിടെ രസകരമായ, അത്ഭുതകരമായ, കൗതുകകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ UDFന് ശക്തമായ ലീഡുണ്ട് എന്നുള്ളതാണ്. ആ ലീഡെന്ന് പറയുന്നത് 18,016 വോട്ടുകൾ. 16 വോട്ടിൻ്റെ ലീഡ്. ആ വോട്ട്, അതായത് ഇടപ്പാൾ ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും UDF ലീഡ് നേടി. നമ്മൾ നേരത്തെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞ പോലെ മംഗലം, തൃപ്പങ്കോട് പഞ്ചായത്ത് ഒഴികെ ബാക്കിയുള്ള എല്ലാ 5 പഞ്ചായത്തുകളിലും LDFനായിരുന്നു ലീഡ്. ഇവിടേക്ക് വരുമ്പോൾ ഈ പറയുന്ന ലീഡ് എന്ന് പറയുന്ന എടപ്പാൾ ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും UDF ലീഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്.
ഇത് ഉണ്ടാക്കുന്ന അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വേണമെങ്കിൽ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 18 സീറ്റുകളും കേരളത്തിൽ നേടിയിരുന്നു. തൃശ്ശൂർ ഒഴികെയുള്ള സീറ്റുകൾ, തൃശ്ശൂരും പിന്നെ കെ രാധാകൃഷ്ണൻ ജയിച്ച സീറ്റും ഒഴികെ 18 സീറ്റുകൾ നേടിയ വലിയ തോതിലുള്ള ഒരു സ്വീപ്പ് നടന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെ വേണമെങ്കിൽ ആശ്വസിക്കാം. പക്ഷേ അങ്ങനെ ആശ്വസിക്കുന്ന സമയത്താണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ വരുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ 9,492 വോട്ടിൻ്റെ ലീഡാണ് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ UDFനുള്ളത്. അതേസമയം എടപ്പാൾ ഒഴികെയുള്ള എല്ലാ പഞ്ചായത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫിനോമിനൻ തന്നെയാണ് ഇവിടെ UDF ലീഡ് നേടുകയാണ്. എടപ്പാൾ ഒഴികെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും UDF ലീഡ് നേടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും 7 പഞ്ചായത്തുകളിലും ഭരണം UDFനും ലീഡും അവർക്ക് തന്നെയാണ് എന്നുള്ള സ്ഥിതി കൂടെ വരുന്നുണ്ട്. KT ജലീൽ മത്സരിക്കുന്നതിൽ പിന്മാറാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ഈ കാരണം കൊണ്ട് കൂടി, ഈ കാരണങ്ങൾ കൂടി അതിലൂടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയപ്രതീക്ഷ മണ്ഡലത്തിൽ ഇപ്പോഴുണ്ടായി തുടങ്ങിയിരിക്കുന്നു. അത് VS ജോയിയിലൂടെ ആകുമ്പോൾ ലീഗിനും മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ആശയവും ആദർശവുമൊക്കെ കുറച്ചുകൂടെ പകിട്ടുള്ളതാകും. ഇപ്പുറത്തെ വശത്താണെങ്കിൽ KT ജലീൽ എന്ന് പറയുന്ന അധികായനാണ്. KT ജലീൽ ലീഗിൽ നിന്ന് വന്ന ആളാണ്. ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ച് ലീഗിലെ തന്നെ ലീഗിനോട് മാത്രം നിൽക്കുന്ന മുസ്ലിം ഇതര സംഘടനകളിലൊക്കെ വലിയ സ്വാധീനമുള്ള പല ആളുകളും പരസ്യമായി പിന്താങ്ങുന്ന ലീഗിൻ്റെ പല നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമുള്ള, അണികളോട് അടുത്ത ബന്ധമുള്ള, പലപ്പോഴും ഈ ചില ആളുകൾ, നമ്മൾ പത്രക്കാരൊക്കെ പറയാറുണ്ട്, ലീഗുകാരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ KT ജലീൽ വലിയ പ്രയോറിറ്റി കൊടുക്കുമെന്ന് പറയാം. അത്രയധികം മണ്ഡലത്തിൽ ലീഗുകാരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ ആ നേതാവിനെ മലർത്തിയടിക്കുക എന്ന് പറയുന്നത് KS ജോയിനെ സംബന്ധിച്ച് വലിയ ശ്രമകരമാണ്. ലീഗുകാരോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഈ മുൻ ലീഗുകാരനായ യൂത്ത് ലീഗ് നേതാവായിരുന്ന KT ജലീലിനെ തോൽപ്പിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെയും ഒരു അഭിമാന പ്രശ്നമാണ്. അല്ല, അവർ ഇപ്രാവശ്യം മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലീഗിൻ്റെ മുന്നിലുള്ള വലിയ ദൗത്യം. ആ 16 മണ്ഡലങ്ങളിൽ ഒന്നാണ് തവനൂർ. അപ്പോൾ തവനൂർ ലീഗിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ കൂടിയാണ്. അപ്പോൾ ലീഗിന് ഇവിടെ നിൽക്കുന്ന KT ജലീൽ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന കുറച്ച് അനുകൂല സമവാക്യങ്ങളുണ്ട്. ഈ സമവാക്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ട് വേണം ഈ മണ്ഡലം പിടിക്കാനുള്ളത്. അപ്പോൾ അത് VS ജോയിലൂടെ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ലീഗും UDFും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ആശയക്കുഴപ്പം. ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഈ മണ്ഡലം ലീഗിൻ്റെ ഒരു പരീക്ഷണ വിജയമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം മാത്രമല്ല, ലീഗിൻ്റെ കൂടെ ഒരു കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യുന്ന, അത് പരിശോധിക്കുന്ന, എത്രത്തോളം ലീഗിന് ശക്തി ഉണ്ടെന്ന്, ലീഗിൻ്റെ ഈ സംവിധാനങ്ങൾ എത്രത്തോളം ചലിപ്പിക്കാനാവുമെന്ന് ഒരു പരിശോധിക്കുന്ന ഒരു VS ജോയിക്ക് ഇപ്പോൾ മുസ്ലിം ലീഗുമായി വേറെ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്തൊരു നേതാവ് കൂടിയാണ് DCC പ്രസിഡന്റ് എന്ന നിലയിൽ. ഇപ്പം നമുക്ക് നിലമ്പൂരിൽ നേരത്തെ ഉണ്ടായിരുന്ന നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്ത ആര്യാടൻ മുഹമ്മദുമായി താരതമ്യം ചെയ്യുമ്പോൾ ആര്യാടൻ മുഹമ്മദ് നിരന്തരമായി മുസ്ലിം ലീഗിൽ ഒരു തലവേദനയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ വലിയ വിമർശകനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അങ്ങനെ വിമർശിച്ചുകൊണ്ടാണ് ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ലീഗിൻ്റെ കൂടി എതിർപ്പ് കൂടെ നേരിട്ടുകൊണ്ടാണ് ആവർത്തിച്ച് ജയിച്ചതും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പക്ഷേ VS ജോയി ലീഗുമായി ചേർന്ന് പോകുന്ന ഒരാളാണ്. ലീഗിന് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാത്ത ഒരാളാണ് VS ജോയി. ആ നിലയ്ക്ക് ലീഗ് ജോയി ഏറ്റെടുക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിപ്പിക്കണമെന്നുള്ളൊരു താല്പര്യം അവർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും തവനൂരിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഇത് വലിയ കൗതുകകരമായൊരു കാര്യമായിരിക്കും. അതികായനായിട്ടുള്ള, ഒരുപക്ഷെ 2006 അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന വലിയൊരു അതികായൻ, കുഞ്ഞാലിക്കുട്ടിയെ എങ്ങനെയാണോ ജലീൽ അന്ന് നേരിട്ടത്, ഏതാണ്ട് സമാനമായ തരത്തിൽ ഇന്ന് ഈ 4 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ജലീൽ ഒരു വലിയ ട്വിസ്റ്റ് ചെയ്ത് വരികയാണ്. അതെ, ജലീൽ LDF സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തെയും ബാധിച്ചിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഈ വലിയൊരു മത്സരം നടക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. തവനൂരിലെ ജനവിധി എന്തായാലും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. എങ്കിലും വലിയ രീതിയിൽ കൗതുകമുളവാക്കുന്ന വലിയ ഒരു പോരാട്ടത്തിന് തവനൂർ വേദിയാകുന്നു എന്നുള്ളതാണ് സത്യം. തവനൂരിലെ ജനവിധി കാത്തിരിക്കാം. മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.